അപ്പോൾ ഇന്ന് കായല്ല കുറച്ച് ചൂട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമേ. ഇത് കുറച്ച് വൃത്തിയാക്കാൻ ഇച്ചിരി പാടാണെങ്കിലും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപാരം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ അനിയത്തിയാണെങ്കിൽ ഇതാ അടുക്കളയിൽ ഒരു കലാവിരുത് കാണിച്ച്. ആദ്യമേ സംഭവം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ അവളോട് ചോദിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് അവൾ അൾട്ട ഉണ്ടാക്കാൻ നോക്കിയതാണ്. പക്ഷേ സംഗതി പാളിപ്പോയെന്ന്. നല്ലപോലെ പാളിപ്പോയി. കാരണം തേയിലയൊക്കെ ഇട്ട് എന്തോ ചെയ്തതാണ്. പക്ഷേ സാധനം മൊത്തം അടുക്കി പിടിച്ച് ചരുവ മൊത്തം നാശമായിപ്പോയി. ഇനി ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞമ്മയും വീട്ടിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തുവാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോഴും അതിൻ്റെ ബാക്കി സാധനങ്ങൾ വെച്ച് അവളെന്തോ അൾട്ട ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, അവരിങ്ങനെയാണ് യൂട്യൂബിൽ കാണിച്ചത്. വീഡിയോയിൽ കണ്ട പോലെയൊക്കെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ സാധനം ശരിയായില്ല, മൊത്തത്തിൽ അടുക്കി പിടിച്ച് കരിഞ്ഞൊക്കെ പോയെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്നും ശരിയാവണമെന്നില്ലല്ലോ. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. ബൈ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടേ. ഇപ്പോൾ മാങ്ങാ സീസൺ ആയതുകൊണ്ട് മാങ്ങയ്ക്ക് ഒരു ക്ഷാമവും ഇല്ലല്ലോ നമ്മുടെ പറമ്പിൽ. നമ്മുടെ മാങ്ങ നല്ലപോലെ നമുക്ക് വൃത്തിയാക്കി എടുത്ത് മാറ്റി വെക്കാവേ. ഇനി നമ്മൾ കറിക്ക് വേണ്ടുന്ന അരപ്പാണ് തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ തേങ്ങാക്കറി വെക്കാനുള്ള അരപ്പുകളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമ്മൾ മാങ്ങ ഇട്ട് കറി വെക്കുമ്പോൾ നമ്മൾ ഉലുവ ഇടാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ഇടുമ്പോൾ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങയുടെ ആ മണം നമ്മുടെ കറിയിൽ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ മാങ്ങ കറി വെക്കുമ്പോൾ ഉലുവ നമ്മൾ ചേർക്കാറില്ല. നമ്മൾ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതിനൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമാങ്ങയും കൂടെ ഒക്കെ ഇട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ ഇടാൻ പാടുള്ളൂ. കാരണം ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പൊക്കെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാവേ. തിള വന്നതിന് ശേഷം നമ്മുടെ മീനെല്ലാം വൃത്തിയാക്കി വെച്ചേക്കുന്നതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. തുറക്കുമ്പം കിട്ടുന്ന ഈ ഒരു മണം ഉണ്ടല്ലോ, നമ്മളെ മീൻകറിയിലേക്ക് അഡിക്റ്റ് ആക്കുന്ന ഒരു മണം. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇട്ട് വെക്കുന്ന മീൻകറിയാണോ ഇഷ്ടം, അതോ മുളക് ഇട്ട് വെക്കുന്ന മീൻകറിയാണോ ഇഷ്ടമോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ.